നമ്മൾ പഠിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റിനെ പോലെ തന്നെ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് എന്ന കീവേഡ് കൊടുത്ത ശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ എക്സ്പ്രഷൻ കൊടുക്കുന്നു. അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ബ്ലോക്കിനുള്ളിൽ നമ്മൾ ഒരുപാട് പോസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ പോസിബിലിറ്റീസിനെയും നമ്മൾ കേസസ് എന്നാണ് വിളിക്കുന്നത്. സോ നമ്മളിവിടെ ഉദാഹരണമായി കേസ് 1, കേസ് 2, കേസ് 3 ഇതുപോലെ പോസിബിലിറ്റീസ് കൊടുക്കും. സോ നമ്മൾ ഈ എക്സ്പ്രഷനിൽ കൊടുത്ത വാല്യൂസുമായി നമ്മുടെ ഏതെങ്കിലും ഒരു കേസ് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. കോഡ് റൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. ഉദാഹരണമായി ആദ്യത്തെ കേസാണ് നമ്മൾ മാച്ച് ആവുന്നതെങ്കിൽ കോഡ് 1 റൺ ആവുന്നു. ശേഷം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എൻഡ് ആവുന്നു. സോ 1 മാച്ച് ആവുന്നില്ലെങ്കിൽ 2 ചെക്ക് ചെയ്യുന്നു, 2 മാച്ച് ആവുന്നില്ലെങ്കിൽ 3 ചെക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എത്ര കേസ് കൊടുത്തിട്ടുണ്ടോ അത്രയും കേസിൽ അത് ചെക്ക് ചെയ്യുന്നു. സോ മുകളിൽ കൊടുത്ത കേസൊന്നും മാച്ച് ആവുന്നില്ലെങ്കിൽ അവസാനം കൊടുത്തിട്ടുള്ള ഡീഫാൾട്ട് കേസിലെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു എ എന്ന് പറയുന്ന ആൽഫബറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കണം. അതുപോലെ ബി ആണെങ്കിൽ ബാറ്റ്, സി ആണെങ്കിൽ ക്യാറ്റ് എന്ന് ലഭിക്കണം. ഇത് മൂന്നുമല്ലാത്ത ഏതൊരു ലെറ്റർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കണം. സോ നമ്മൾ ആദ്യമായി var a എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻ കൊടുക്കുന്നു. സോ നമ്മൾ ഇവിടെ ഈ ഒരു എ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഇതിനുള്ളിൽ കൊടുക്കുന്നു. സോ ഇതിൽ ആദ്യമായി നമ്മൾ കേസ് 1 നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് കേസ് എ എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഇവിടെ കേസ് എന്ന കീവേഡ് കൊടുത്ത ശേഷം നമ്മൾ ഏത് വാല്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ നമ്മൾ ആദ്യമായി എൻ്റർ ചെയ്തത് എ എന്ന് പറയുന്ന ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ആപ്പിൾ എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്തത് എ ആണെങ്കിൽ ആപ്പിൾ എന്ന് പ്രിൻറ്റ് ചെയ്ത ശേഷം നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എൻഡ് ആവുന്നു. ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ സോ നമ്മുടെ എല്ലാ കോഡും അത് റൺ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കോഡ് എഴുതി കഴിഞ്ഞാലും അവസാനം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ കേസ് ചെക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ബി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റ് എന്ന് ലഭിക്കണം. സോ നമ്മളിവിടെ ബി എന്ന് കൊടുക്കുന്നു. ബി എന്ന് കൊടുത്ത ശേഷം ഇതുപോലെ കോളൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ തൽക്കാലം ഈ 2 കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ആപ്പിൾ എന്ന് മാറ്റി നമ്മൾ ബാറ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ കേസ് ബി നമ്മൾ മുഴുവൻ കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ബി എന്ന് പറയുന്ന ഭാഗം മാറ്റി നമ്മൾ സി കൊടുക്കുന്നു. സി ആണെങ്കിൽ നമ്മൾ ക്യാറ്റ് എന്ന് കൊടുക്കുന്നു. സോ എയും ബിയും സിയും അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് കൊടുക്കണം. സോ നമ്മളത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഡീഫാൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡീഫാൾട്ട് കേസിനുള്ളിലാണ്. സോ ഡീഫാൾട്ട് എന്ന് എഴുതിയ ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇൻവാലിഡ് ക്യാരക്ടർ. ശേഷം നമ്മൾ അവസാനമായി ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സോ ഇതാണ് ഒരു സിമ്പിൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. സോ നമ്മൾ എൻ്റർ ചെയ്തത് എ ആണെങ്കിൽ ആപ്പിൾ പ്രിൻറ്റ് ചെയ്യുന്നു, ബി ആണെങ്കിൽ ബാറ്റ് പ്രിൻറ്റ് ചെയ്യുന്നു, സി ആണെങ്കിൽ ക്യാറ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. എയും ബിയും സിയും അല്ലാത്ത ഏതൊരു ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ ആദ്യമായി എയിലോട്ട് നമ്മൾ എ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് നോക്കാം. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ആപ്പിൾ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമുക്ക് ബി കൊടുത്ത് നോക്കാം. ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റ് എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ അതുപോലെ സി ആണെങ്കിൽ നമുക്ക് ക്യാറ്റ് എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഞാൻ എയും ബിയും സിയും അല്ലാത്ത ഞാൻ ഇ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കുന്നു. ഉദാഹരണമായി ഞാനിവിടെ 10 എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കൊടുത്തിട്ടില്ലാത്തൊരു വാല്യൂ ആയിരുന്നു. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിലാണ് ഒരു സിമ്പിൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ആദ്യമായി ഒരു വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഒരുപാട് പോസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ പോസിബിലിറ്റീസിനെയും നമ്മൾ കേസ് എന്നാണ് വിളിക്കുന്നത്. സോ ഓരോ കേസുമായി നമ്മൾ കൊടുത്ത വാല്യൂവിനെ കമ്പയർ ചെയ്യുന്നു. അതിലേതെങ്കിലും ഒരു കേസുമായി അത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ശേഷം ബ്രേക്ക് ചെയ്യുന്നു. ഒരു കേസുമായി ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ അവസാനം എഴുതിയിട്ടുള്ള ഡീഫാൾട്ട് എന്ന് പറയുന്ന കേസിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്.